വെൽക്കം ബാക്ക് ടു MS ടെക്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗോട്ട് എന്ന് പറയുന്ന മൂവിയുടെ 2 ആണ്. ഗോട്ട് എന്ന് പറയുന്ന മൂവിയുടെ 2 പോസ്റ്ററാണ് വേഴ്സസ് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും അടിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, ഫസ്റ്റ് പോസ്റ്ററിലേക്ക്. അപ്പം നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ റോക്കി ബായ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. റോക്കി ബായ് ഇങ്ങനെ നേരെ നോക്കി. ഇതിൻ്റെ 2 റോക്കി ബായിമാരുണ്ട്. ഇതിൻ്റെ റോക്കി ബായ് ഒരു റോക്കി ബായ് നല്ല താടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുന്നതാണ്. എൻ്റെ ബാക്കിൽ തന്നെ പേരറിയാത്ത കുറേ നടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ റോക്കി ബായ് നേരെ നോക്കി നിൽക്കുന്നതായിട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ 4 റോക്കി ബായ് ഉണ്ട്. പിന്നെ പിറ്റേന്ന് റോക്കി ബായ് നമ്മുടെ ഒരു തോക്കൊക്കെ പിടിച്ചിട്ട് നല്ലൊരു കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൈഡോട് നോക്കി നിൽക്കുന്നതാണ്. പിന്നെ മറ്റേ റോക്കി ബായ് KGF 2ൻ്റെ ലാസ്റ്റ് സീനിൽ ഇങ്ങനെ കപ്പലിൻ്റെ മുകളിൽ കാലും കൊടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ റോക്കി ബായ് ഇങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടിയൊക്കെ താഴത്തോണ്ടിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ബാക്കിൽ കുറേ ജനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രീതിക്ക് തന്നെ പൊടിയും കാര്യങ്ങളും ഒരു ഇരുട്ടുമുടിയ സ്ഥലത്ത് പോലെയാണ് നമുക്ക് നോക്കുന്നത്. ബാക്കിൽ കുറേ പോലീസുകാരും കാര്യങ്ങളും വണ്ടികളും ഒക്കെ ഉണ്ട്. നമുക്കങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതിൻ്റെ അത് കാണുന്നത് നമ്മുടെ റോക്കി ബായ് ഒരു സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. നേരെ ബാക്കിൽ തന്നെ സംഗീതത്തിൽ വളരെയധികം വിയേർഡായിട്ട് നല്ല മുറിയും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു തലയെക്കെട്ടെടുത്ത് തലയെക്കെട്ടിൻ്റെ ബാക്കി സാധനം മുഖത്തുകൂടെ അങ്ങനെ ചുറ്റിയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കുന്നത് നമ്മുടെ റോക്കി ബായ് ഇങ്ങനെ ഒരു കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് കപ്പലത്തെ ക്യാപ്റ്റൻ്റെ കോട്ടും പാൻറ്റും ഒക്കെ നല്ല സ്റ്റാറും കാര്യങ്ങളും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ റോക്കി ബായ് ഇങ്ങനെ നിൽക്കുന്നതാണ്. നേരെ ബാക്കിൽ തന്നെ ആയിട്ട് നമ്മുടെ വലിയൊരു കപ്പലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയൊരു കപ്പൽ നല്ല ഫൈറ്റ് എടുക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. നമ്മുടെ റോക്കി ബായ് ഒരു ക്യാപ്റ്റൻ്റെ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നേരെ ബാക്കിൽ തന്നെ നമ്മുടെ ശ്രീനിധി ഷെട്ടി ഉണ്ട്. ശ്രീനിധി ഷെട്ടി ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. ഇനി അത് കാണിക്കുന്നത് നമ്മുടെ റോക്കി ബായിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണം ഇങ്ങനെ പിടിച്ചിട്ട് അല്ല സ്വർണ്ണത്തിൻ്റെ ഡബിൾ കട്ട് അങ്ങനെ പിടിച്ചിട്ട് കൈ പൊന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മിക്കവാറും KGF 3ൽ KGFൻ്റെ മകനായിട്ടായിരിക്കും വരിക, റോക്കി ബായുടെ മകന്. പിന്നെ ഒരു വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു ഷിപ്പില്ലേ, ഈ വെടിവെക്കൊക്കെ വെക്കുന്ന ആ ഒരു ഷിപ്പ് നേരെ ബാക്കിൽ തന്നെയാണ്. നമ്മുടെ റോക്കി ബായിൻ്റെ കൈ സ്വർണ്ണമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ്. അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കുന്നത് നമ്മുടെ റോക്കി ബായ് ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മുടിയെ ബാക്കോട്ട് വാർന്ന് വെച്ചിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച ഷിപ്പിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് അതിൻ്റെ മുമ്പിൽ കാല് അകത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. റോക്കി ബായ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കാൻ നമ്മുടെ റോക്കി ബായ് ഒരു മാല ഇങ്ങനെ പിടിച്ചിട്ട് ഏതോ ഒരു കപ്പലിൽ ഇങ്ങനെ പോയി വരുന്ന ഒരു ഇതിൽ നിധിയോ കണ്ടുപിടിച്ച രീതിയിലെല്ലാം ബാക്കിലെല്ലാം ഇടിമിന്നലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇടിമിന്നലും മഴയൊക്കെ ഉണ്ട് ബാക്കിൽ. റോക്കി ബായ് നല്ല ഷർട്ടും നല്ല കുറേ സ്യൂട്ടുള്ള ഷർട്ടുകളും നമ്മുടെ റോക്കി ബായിൻ്റെ നേരെ ബാക്കിലൊക്കെ നല്ല തീജ്വാലങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീജ്വാലങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് തെറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോക്കി ബായിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അടുത്ത പോസ്റ്റിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീനിധി ഷെട്ടി നമ്മുടെ റോക്കി ബായ് ഒരു തൊപ്പിയും നല്ലൊരു സിഗരറ്റും ഒക്കെ കത്തിച്ചിട്ട് റോക്കി ബായുടെ കയ്യിലൊരു കലാഷ്നിക്കാവ് തോക്കുണ്ട്. നമ്മുടെ നല്ല വലിയ കോട്ടും കാര്യങ്ങളും നമ്മൾ റോക്കി ബായ് ഇങ്ങനെ നിൽക്കുന്നത്. ശ്രീനിധി ഷെട്ടി ഇങ്ങനെ നമ്മുടെ റോക്കി ബായിൻ്റെ തോളിലിങ്ങനെ ചാരി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ റോക്കി ബായിൻ്റെ തോളിങ്ങനെ ചാരി പിടിച്ചത്. ബാക്കിലും മറ്റേ ശ്രീനിധി ഷെട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നേരെ ബാക്കിൽ തന്നെ അതിൻ്റെ പുഴയിലൂടെ ഓടുന്ന ഒരു ഷിപ്പ് കാണാം, അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അടുത്തതിൽ നമ്മൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ റോക്കി ബായ് ഈ കപ്പലിലുള്ള ക്യാപ്റ്റൻ്റെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വലിയൊരു ലൈഫ് ബോട്ട് വൈറ്റ് ബോട്ട് നമ്മുടെ റോക്കി ബായിന് നേരെ ബാക്കോട് പോകുന്നുണ്ട്. മിക്കവാറും റോക്കി ബായുടേതായിരിക്കും ആ വൈറ്റ് ബോട്ട്. കുറേ സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ റോക്കി ബായിൻ്റെ കയ്യിലൊക്കെ തന്നെ ആയിട്ടുണ്ട്. നല്ല സ്റ്റാറും കാര്യങ്ങളൊക്കെ നമ്മുടെ റോക്കി ബായിൻ്റെ തോളിലുണ്ട്. അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്കി ബായ് ക്യാപ്റ്റൻ്റെ ഈ കപ്പലത്തെ ക്യാപ്റ്റൻ്റെ തന്നെ ഇട്ടിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല കലാഷ്നിക്കാവ് തോക്കെടുത്തിട്ട് വെടിയൊക്കെ നേരെ ബാക്കിൽ തന്നെ നമ്മുടെ ശ്രീനിധി ഷെട്ടി ഉണ്ട്. പിന്നെ കുറേ ഗേൾസ് ബാക്കിൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ വലിയൊരു കപ്പലും ഉണ്ട് നമ്മുടെ നേരെ ബാക്കിൽ തന്നെ റോക്കി ബായുടെ ബാക്കിൽ. അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റോക്കി ബായ് ഒരു ഈ കപ്പലത്തെ ആളെ കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു വടക്കുനോക്കി യന്ത്രം ശരിയാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോക്കി ബായ് നല്ല കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് വടക്കുനോക്കി യന്ത്രം നല്ല ശരിയാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അടുത്തതിൽ നമ്മുടെ റോക്കി ബായ്ക്ക് നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റോക്കി ബായുടെ നെഞ്ഞത്തായിട്ട് തന്നെ നല്ല ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റോക്കി ബായിൻ്റെ നെഞ്ഞത്ത് ഓരോരോ പാടും കുത്തും ഒക്കെ ഉണ്ട്. നമ്മുടെ റോക്കി ബായ്ക്ക് നല്ല മസിൽ കാര്യങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് വലിഞ്ഞ് തൂങ്ങി നിൽക്കുന്നുണ്ട്. ആ റോക്കി ബായ് ഒരു പുതപ്പിട്ട് ഇങ്ങനെ ഒരു ചാക്ക് പുതപ്പിട്ട് മൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെ KGF 1 ഉണ്ടായിരുന്ന വില്ലനും കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെ ഉണ്ട്. ഷിക്കാവോ നമ്മുടെ ബാക്കിൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഒരു റോക്കി ബായുടെ അച്ഛൻ നമ്മുടെ ബാക്കിൽ തന്നെ ആയിട്ടുണ്ട്. റോക്കി ബായുടെ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കുറേ ഗ്രാമങ്ങൾ ഇങ്ങനെ നശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോക്കി ബായ് ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ നോക്കിയത് KGF 3 എന്ന് പറയുന്ന മൂവിയുടെ കുറച്ച് പോസ്റ്ററാണ്, യൂട്യൂബിൽ ഇറങ്ങിയ പോസ്റ്ററാണ് നിങ്ങളായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബെല്ലൈക്കൺ ഓൺ ചെയ്താലേ ഞങ്ങളിങ്ങനെ ഇടുന്ന പുതിയ സിനിമ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താമസിയാതെ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം